ഏറ്റവും ഒടുവിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിവാദങ്ങൾക്കിടെ, ഈ ചർച്ചകൾക്കിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് LDFന്റെ പിണറായി അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള LDFന്റെ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് തുടരും എന്ന് മാത്രമാണ് റോഷി അഗസ്റ്റിൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ വരി മാത്രമാണ്, തുടരും എന്നൊരു ഒറ്റ വരി മാത്രമാണ് അതിലുള്ളത്. അതായത് LDFനൊപ്പം തന്നെ നിൽക്കും, മറ്റ് ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് റോഷി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഷി അഗസ്റ്റിനും ഒപ്പം പ്രമോദ് നാരായണൻ, അവരുടെ മറ്റൊരു MLA ആയ പ്രമോദ് നാരായണനും ഇതിൽ തുടരാൻ, അത് LDFൽ തന്നെ തുടരണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അവരുടെ യോഗം കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്നിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മുന്നണി മാറ്റം സംബന്ധിച്ച ചില ചർച്ചകൾ നടന്നിരുന്നു എന്നാണ് നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന വിവരം. അതായത് ആ ചർച്ചയിൽ ഒരു വിഭാഗം ആളുകൾ മുന്നണി മാറണം എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ചർച്ചയിൽ റോഷിയും പ്രമോദ് നാരായണനുമാണ് അതിശക്തമായി ഈ മുന്നണി മാറ്റത്തെ എതിർത്തത്. കൃത്യമായ ഒരു മറുപടി അന്നത്തെ യോഗത്തിൽ ജോസ് കെ മാണി പറഞ്ഞുമില്ല എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് ജോസ് കെ മാണിയെ വലിയ തോതിൽ ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ജോസ് കെ മാണിക്കും ചില അവ്യക്തതയുണ്ട്. അതായത് ഒരു പാതി മനസ്സിലാണ് ജോസ് കെ മാണി ഇപ്പോൾ ഉള്ളത് എന്ന് വേണം പറയാൻ. അതിനിടയിലാണ് കൂടുതൽ ചർച്ചകൾ UDFന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതിനിടയിലാണ്, അതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുമായി ആശയവിനിമയം നടത്തുന്നത്. ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു വാക്ക് ജോസ് കെ മാണിക്ക് അത്തരമൊരു നിലപാട്, അത്തരമൊരു വാക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി എന്തായാലും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സാധ്യതകളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഈ ജാഥയിൽ നിന്ന് ജോസ് കെ മാണി മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ അത് കൃത്യമായ വിവരമാണ്, കൃത്യമായ സൂചനയാണ്. മുന്നണി മാറ്റം എന്ന നിലപാടിലേക്ക് ജോസ് കെ മാണി എത്തിച്ചേരുന്നു എന്നത് ആശങ്കകൾക്കിടയില്ലാതെ സുവ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. ഇനി അതല്ല, LDFന്റെ ഭാഗത്തുനിന്ന് ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമോ, ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം ഉണ്ടാകുമോ എന്നതും ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും ഒരു പിളർപ്പിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കി വെക്കുന്നുണ്ട് ഈ മുന്നണി മാറ്റ ചർച്ചകൾ. അതായത് റോഷിയും പ്രമോദ് അടക്കമുള്ള ചില MLAമാരുമൊക്കെ LDFനൊപ്പം നിൽക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും മറുവിഭാഗം അതിന് വിരുദ്ധമായൊരു നിലപാടെടുത്താൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു പിളർപ്പിനു കൂടി സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതകൾ കൂടി പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അതിനുള്ള ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് അടക്കം കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടക്കി നിൽക്കുന്ന ജോസഫിനെയും ഒപ്പം കോട്ടയം DCC നേതൃത്വത്തെയും ഒക്കെ അനുനയത്തിന്റെ പാതയിലേക്ക് ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ജോസ് കെ മാണിയെ കുറെ കൂടി വിശ്വാസത്തിലെടുത്ത് ഉടൻ തന്നെ ഈ മുന്നണി മാറ്റം എന്ന ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന നീക്കത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്, തിരക്കിട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. വരും മണിക്കൂറുകൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വളരെ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടിയായിരിക്കും. ജോസ് കെ മാണി ഇപ്പോഴും പാതി മനസ്സിലാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കൃത്യമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ തന്നെ നോക്കണം. അതിനപ്പുറത്തേക്ക് LDF വിടുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDFനകത്ത് അല്ലെങ്കിൽ CPMനകത്ത് ഇത്തരത്തിലൊരു വലിയ ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പാതി മനസ്സിൽ നിൽക്കുന്ന ജോസ് കെ മാണി അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ അത് LDFന്റെ CPMന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരം നീക്കങ്ങൾ കൂടി ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഉറപ്പായും ഉണ്ടാകും. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. കാരണം ഇപ്പോൾ ഈ നിർണായകമായ ഒരു ഘട്ടമാണ്. ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് LDF മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായി ജോസ് കെ മാണി വിഭാഗത്തെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നത് CPMന്റെ LDFന്റെ ഒക്കെ ആവശ്യമാണ്. നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന നിലപാടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒക്കെ എടുത്തത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും LDF ഉറച്ചു നിൽക്കുന്നത്. ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറ് എന്ന നിലയിലേക്ക് പോകുന്നു. നോക്കൂ, നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കാൻ
കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ LDF എന്ന നിലയ്ക്ക് തന്നെ അത് അംഗീകരിച്ചു കൊടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. ഒന്ന് ഒന്ന് 1970 മുമ്പുള്ള പട്ടയങ്ങൾ കർഷകർക്ക് അനുവദിച്ചു കൊടുക്കണമെന്നായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് അംഗീകരിച്ചു കൊടുത്തു. ഒപ്പം എയ്ഡഡ് സ്കൂളുകളിലെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ